ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF, പ്രത്യേകിച്ച് കോൺഗ്രസ്, വലിയ മുന്നൊരുക്കം തുടങ്ങിയിരിക്കുകയാണ്. വലിയ അമിത പ്രതീക്ഷ തന്നെ അവർ വെച്ച് പുലർത്തുന്നുണ്ട്. അതെല്ലാം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ മുന്നണി വിപുലീകരണമാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളെ വളരെ നേരത്തെ പ്രഖ്യാപിക്കുക. ഒരു ചെറിയ ഗുണം ഇവർക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ ഈ കേരളത്തിലൊരു ഭരണവിരുദ്ധ തരംഗമൊക്കെ നിൽക്കുന്നത് കൊണ്ട് ഇത് മുതലെടുക്കാൻ കഴിയും എന്നവർക്കൊരു പ്രതീക്ഷയുണ്ട്. സഫലമാകുമോ? ഭരണവിരുദ്ധ തരംഗം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വികാരമുണ്ട്. കൃത്യമായി അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്തു. നിഷ്പക്ഷമായി നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ഒരു ഭരണത്തോടുള്ള 9.5 വർഷത്തെ സംസ്ഥാന ഭരണത്തോടുള്ള ഒരു ക്ലിയർ കാറ്റഗോറിക് റിജക്ഷൻ. അതുകൊണ്ടാണ് LDFിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും LDF പിന്നോട്ട് പോയത്. അതുകൊണ്ടാണ് കൊല്ലം കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള മേഖലയിൽ അവിടെ UDFന് പ്രതീക്ഷയുണ്ട്. അമിത പ്രതീക്ഷയാണോ എന്ന് ചോദിച്ചാൽ നിറം പിടിപ്പിച്ച പല കഥകളാണ് ഇപ്പോൾ വരുന്നത്. 80 സീറ്റ് മിനിമം, 86 സീറ്റ് വരെ പല കണക്കുകളാണ്. പല മാധ്യമ സ്ഥാപനങ്ങളും പല കണക്കുകളാണ് വിടുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ജില്ലാ പഞ്ചായത്തിൻ്റെയും മുനിസിപ്പാലിറ്റികളുടെയും ഒക്കെ വിജയ ശതമാനം അളന്നുകൊണ്ട് പ്രൊജക്റ്റ് ചെയ്യുന്നത് 80 മുതൽ 86 സീറ്റ് വരെയാണ്. ഏറ്റവും താഴത്തെ ലെവൽ 76 മുതൽ, CPMൻ്റെ കണക്കിൽ 76, മറ്റ് കണക്കുകളിൽ 80 മുതൽ 86 സീറ്റ് വരെ. പക്ഷേ കൃത്യമായി തദ്ദേശത്തിൻ്റെ റിഫ്ലക്ഷൻ ആയി കൊള്ളണം എന്നില്ല. ആകും എങ്കിൽ UDF ഇതിനേക്കാൾ പ്രതീക്ഷ പുലർത്തിയിരുന്ന സമയമാണ് 2010 വർഷം. 2010 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF സത്യത്തിൽ ഇപ്പോൾ ലഭിച്ചതിനേക്കാൾ കൂടുതൽ പഞ്ചായത്തുകളും ഒക്കെ ശതമാനക്കണക്കിൽ തൂത്തുവാരി. നഗരസഭകളുടെ എണ്ണം കുറവായിരുന്നു. ആകെ നഗരസഭകൾ അന്ന് കുറവായിരുന്നത് കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാപരം കടന്നുകൂടുക മാത്രമാണ് ചെയ്തത് ഉമ്മൻചാണ്ടി സർക്കാർ. 72 സീറ്റാണ്, 68 സീറ്റ് LDFന് കിട്ടിയെന്ന് ഓർക്കണം. അപ്പൊ അത്ര വലിയ വ്യത്യാസം ഉണ്ടായിട്ട് പോലും ഇത് കാച്ചപ്പ് ചെയ്യാൻ അവസാനം അച്യുതാനന്ദൻ സർക്കാരിന് കഴിഞ്ഞു എന്നതാണ് ഒരു പാഠമെന്ന് പറയുന്നത്. ഇത് ഉൾക്കൊള്ളാൻ UDF തയ്യാറാവുമോ? ഇപ്പോൾ ഒരു വലിയ യൂഫോറിയാണ്. ആ യൂഫോറിയ കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആലസ്യമുണ്ട്. പതിവ് പോലെ UDF സംവിധാനത്തിൽ എപ്പോഴും അങ്ങനെ ചില ആശകളുണ്ട്. ഇവിടെ എല്ലാം ഭദ്രം, ഇനി ഞങ്ങൾ പൊതുവേ കഠിനാധ്വാനികളല്ല, സംഘടനാ സംവിധാനത്തിൻ്റെ ശക്തി കൊണ്ടല്ല ഒരിക്കൽ പോലും UDF സംവിധാനം ജയിച്ചു വരുന്നത്. എത്രയെല്ലാം എണ്ണയിട്ട യന്ത്രം പോലെ UDF പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാലും ഇതൊരു വികാരമാണ്. UDF എന്ന് പറയുന്ന ഒരു മാസ് ഹിസ്റ്റീരിയ, ആൻറ്റി ഇൻകംബൻസിയുടെ ഗുണവും ചിലപ്പോൾ ഈ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ഒരു വർണ്ണ പൊലിമ, ഇതെല്ലാം കൂടി ചേർന്നാണല്ലോ UDFൻ്റെ ഒരു വിജയം. അല്ലാതെ പ്രത്യയശാസ്ത്രത്തിൻ്റെ വിജയം മാത്രമല്ല. ഇപ്രാവശ്യവും അത് തന്നെയാണ് സംഭവിച്ചത്. ലോക്കൽ ഫാക്ടേഴ്സ് തീർച്ചയായും വളരെ പ്രധാനപ്പെട്ടതാണ്. ലോക്കലി LDFന് തന്നെയാണ് പലപ്പോഴും ഗ്രാസ് റൂട്ട് ലെവലിലെ ആളുകളുമായി സംവദിക്കാൻ കഴിയുന്നത് വർഗ ബഹുജന സംഘടനകളുടെ അംഗങ്ങളിലൂടെയാണ്. കുടുംബശ്രീയിലെ പ്രവർത്തകർ അല്ലെങ്കിൽ തൊഴിലുറപ്പ് പ്രവർത്തകർ, ഇവരുടെ എല്ലാം ഇടയിൽ ഏറ്റവും കൂടുതലുള്ളത് LDFൻ്റെ അണികളും കാഡറുമാണെന്ന് ഓർക്കണം. ഒരു പോസ്റ്റ്മാൻ കത്ത് കൊണ്ട് കൊടുക്കുമ്പോൾ പോലും ആ പോസ്റ്റ്മാൻ ഉൾപ്പെടെ LDFുമായി ചേർന്ന് നിൽക്കുന്ന ആളുകളാണ്. UDFുമായി ചേർന്ന് നിൽക്കുന്നവരുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. കൂടുതലും ഇത് മുതലാക്കാൻ കഴിയുന്നത് ഗ്രാസ് റൂട്ട് ലെവലിൽ LDFനാണ്. അപ്പോൾ പോലും UDFന് മേൽക്കൈ ലഭിക്കുന്നു എങ്കിൽ എല്ലാം ഭദ്രം. പക്ഷെ ആ ഒരു പശ്ചാത്തലത്തിലാണ് UDF ഇപ്പോൾ ഗൗരവമായി, ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ അടുത്ത സമയത്ത് സ്വല്പം വ്യത്യാസം കാണുന്നു. അത് VD സതീശൻ്റെ നേതൃത്വം, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള നേതൃത്വം, പുതിയ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് വളരെ ശാന്തമായ ക്വയറ്റായ ഇടപെടൽ, വലിയ ഒരു ശബ്ദകോലാഹലത്തിൻ്റെ ആളല്ല. ഒരു സുധാകരൻ്റെ പോലെ, സുധാകരൻ്റെ പോലെ വലിയ ചടപടാലിറ്റി ഒന്നുമുള്ള ആളല്ല. അതേ ഭാഗത്തു നിന്ന് തന്നെ, കണ്ണൂർ ജില്ലയിൽ നിന്ന് തന്നെ വരുന്ന സണ്ണി ജോസഫ്. പക്ഷേ അദ്ദേഹം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന പ്രതീതിയാണ്. KPCC മുൻ പ്രസിഡന്റും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമൊക്കെ ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നും അനാവശ്യ പ്രസ്താവനകൾ വരുന്നില്ല. വളരെ മെഷേർഡാണ്. തരൂർ ഫാക്ടർ ആരും തന്നെ ഊതിക്കത്തിക്കുന്നില്ല. കാരണം തരൂർ വിവിധ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആരും കാര്യമായി പ്രതികരിക്കാൻ പോകുന്നതായി കാണുന്നില്ല. അപ്പോൾ എല്ലാം ശാന്തം. മാങ്കൂട്ടത്തിൽ വിഷയവും ഇതിനകത്ത് വലിയ മാങ്കൂട്ടത്തിൽ വിഷയം ഏഷ്യതേ ഇല്ല എന്ന മട്ടിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെയാണ്. മാങ്കൂട്ടത്തിൽ വിഷയം ഒരു പരിധിവരെ ഇൻഡയറക്ട്ലി UDFന് ഗുണം ചെയ്തു. ഈ തട്ടിച്ചു നോക്കാനൊരു അവസരം കിട്ടുകയല്ലേ.
രാഹുൽ മാങ്കൂട്ടത്തിന് സമാനമായ വിഷയമായിരുന്നു വേടന്റെ വിഷയം. ശബരിമലക്കുള്ള മാറി നിൽക്കട്ടെ, അത് മറ്റൊരു വിഷയമാണ്, സ്ത്രീ വിഷയമല്ലല്ലോ. അപ്പോൾ വേടൻ ഈ കൺസെൻഷ്വൽ സെക്സ് എന്ന രീതിയിൽ പലരുമായും അടുപ്പം പുലർത്തിയിട്ടുണ്ട്. പിന്നെ LDF-നുള്ളിലുള്ള പല ആളുകൾ, മുകേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ, ഈ പിന്നെ ആർ ബാലകൃഷ്ണപിള്ളയുടെ മകൻ പിന്നെ ഗണേഷ് കുമാറിനെതിരെ ഉൾപ്പെടെ ഉണ്ടായ ആരോപണങ്ങളോ ശശിമാർ, വിവിധങ്ങളായ ശശിമാർ, ഇതെല്ലാം തന്നെ നോക്കുമ്പോൾ ജനം അവസാനം ശശിയാകുന്ന അവസരമാണ്. ഇത് ജനത്തിന് മനസ്സിലായി. കേരളം ബുദ്ധിയുള്ള, രാഷ്ട്രീയ വിവേകമുള്ള, അവരിതെല്ലാം കേൾക്കും. ചർച്ചകൾ കേൾക്കും, ചാനൽ ചർച്ചകൾ കേൾക്കും, രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ കേൾക്കും. അവസാനം ഇരട്ട നീതി എന്ന ഒരു നിഗമനത്തിലാണ് അവരെത്തിയത്. CPM-കാർ എന്ത് ചെയ്താലും അത് ന്യായീകരിക്കപ്പെടും. കോൺഗ്രസിൻ്റെ ഒരാൾ ഏത് ചെറിയ തെറ്റ് ചെയ്താലും, അബദ്ധത്തിൽ ചാടിയാലും ന്യായീകരിക്കാനാളില്ല എന്ന് മാത്രമല്ല, സ്വന്തം സംഘടന തള്ളിപ്പറയും. അതുപോലെ മറ്റു ഭാഗത്തുനിന്ന് കഠിനമായ ആക്രമണം വരും. ഇതെല്ലാം ജനം കണ്ടു. ഇപ്പൊ ഇരട്ട നീതിക്ക് ഉള്ള വോട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത്. ഒരുപക്ഷെ ജനം പൂർണ്ണമായി അംഗീകരിക്കുന്ന ഒരു കാര്യമൊന്നും ആവില്ല. എനിക്ക് തോന്നുന്നു UDF ഇത്രത്തോളം മുന്നൊരുക്കം നടക്കുന്നു, അതിനോടൊപ്പം തന്നെ BJP-യും അത്തരത്തിലുള്ള ഒരുക്കം നടക്കുന്നുണ്ട്. അപ്പോൾ അവർ ഒരു സ്പേസ് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ UDF-ന് അതൊരു കോട്ടം ഉണ്ടാക്കത്തില്ല. ഇല്ല, ഉണ്ടാവില്ല എന്നാണ് ആദ്യ സൂചന. BJP വോട്ട് പിടിക്കുന്നത് കൊണ്ട് പരമ്പരാഗതമായി UDF-നായിരുന്നു കോട്ടം. അത് ചരിത്രപരമാണ്. എന്നാൽ ഇപ്പോൾ സ്ഥിതിഗതികൾ മാറിയിരിക്കുന്നു. UDF മേഖലയിൽ LDF-നെ എതിർക്കുന്നതാണ് പാരഡൈമെങ്കിൽ, പിണറായി വിരുദ്ധത, സർക്കാർ വിരുദ്ധത, LDF വിരുദ്ധത, ഭരണവിരുദ്ധത, അതാണ് പാരഡൈമെങ്കിൽ ഏത് പാർട്ടിക്കാണോ, ഏത് മുന്നണിക്കാണോ സർക്കാരിനെതിരെ ഏറ്റവും ശക്തമായി നിൽക്കാനാവുന്നത്, ആ ഇടങ്ങളിലൊക്കെ ആ മുന്നണിക്കും. BJP-ക്കാണ് തിരുവനന്തപുരത്ത് പ്രാധാന്യം, നഗരത്തിനുള്ളിൽ. അവിടെ BJP-ക്ക് ജനം വോട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ അന്ധമായ BJP വിരുദ്ധതയൊന്നും ഇവിടെ ആർക്കും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അന്ധമായ കോൺഗ്രസ് വിരുദ്ധതയുമില്ല. CPM വിരുദ്ധത വ്യാപകമായിട്ടുണ്ട്. അത് ഭരണത്തിലിരുന്നതിൻ്റെ ആൻറ്റി ഇൻകമൻസി കൊണ്ടുണ്ടാകുന്നതാണ്. അവരുടെ ചെയ്തികളാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയൊക്കെ നീതീകരിക്കാനാവാത്തൊരു ലെവലിലേക്ക് പോയി കഴിഞ്ഞു. അത് നിഷ്പക്ഷനായി ചിന്തിക്കുന്ന ആളുകൾ പറയും, ഇത് ആരും പറയുന്നില്ല, ഇവിടെ ഒരു വിഷയമില്ല, ഇതൊരു വ്യാജ വിഷയം. ബിരിയാണി ചെമ്പിനെ കുറിച്ച് 5 വർഷം മുമ്പ് കേട്ടു അല്ലേ? ഈന്തപ്പഴത്തിനകത്ത് സ്വർണം കടത്തുന്നത് കേട്ടു. നിറം പിടിപ്പിച്ച കഥകളാണ്. കേൾക്കുമ്പോൾ ആളുകൾ കേട്ടിരിക്കും. ഇതൊന്നും വോട്ടായിട്ട് മാറിയില്ല. അതുകൊണ്ടാണ് പിണറായി 2.0 സംഭവിച്ചത്. പിണറായി 3.0 സംഭവിക്കണമെങ്കിൽ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം വെറും കെട്ടുകഥയായിരിക്കണം. ഒരാൾ പോലും CPM-ന്റെ എങ്കിലും ആരെങ്കിലും പറയുന്നുണ്ടോ ഇത് വ്യാജ ആരോപണമാണെന്ന്, കെട്ടുകഥയാണെന്ന്? കെട്ടുകഥയല്ല, അത് ഉന്നത നേതാക്കന്മാർ തന്നെ അകത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. യഥാർത്ഥത്തിൽ സ്വർണം നഷ്ടപ്പെട്ടു. 1 കിലോയാണോ നഷ്ടപ്പെട്ടത്, 2 കിലോയാണോ, അതിന് മധ്യത്തിൽ ഏതെങ്കിലും ആണോ അറിയില്ല. സ്വർണം നഷ്ടപ്പെട്ടു എന്നതറിയാം. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇത് കൊണ്ടുപോയതെന്നറിയാം. അത് ദേവസ്വം ബോർഡിന് വ്യക്തമായ ഒത്താശ ഉണ്ടായിരുന്നറിയാം. ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ അനുവാദവും അറിവും ഉണ്ട്. അത് മിനിറ്റ് ചെയ്യപ്പെട്ടു എന്നറിയാം. അപ്പോൾ പിന്നെ അതിനുള്ള ഉത്തരവാദി മറ്റാരെങ്കിലും അനുഗ്രഹത്തോടു കൂടിയാണെന്നറിയാം. ഇത്രയെല്ലാം അറിയാവുന്ന സ്ഥിതിക്ക് അത് ദീർഘകാലം ഹോണ്ട് ചെയ്യും. വിശ്വാസികൾ മാത്രമല്ല, ഇതൊന്നുമല്ലാത്ത നിഷ്പക്ഷരായ ആളുകൾ, വിശ്വാസ സമൂഹം മാത്രമല്ല, കേരളത്തിൽ പിന്നെ ഭൂമി മലയാളത്തിൽ അരിയാഹാരം കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു അഴിമതിയാണ്. അത് ഗവൺമെൻറ് നേരെ തന്നെയാണ് വരുന്നത്, ഗവൺമെൻറ്റിൻ്റെയും പാർട്ടിയുടെ നേരെ തന്നെയാണ് വരുന്നത്. അതുകൊണ്ടാണ് കേരളത്തിൽ കോൺഗ്രസിനാണോ, BJP-ക്കാണോ, അല്ലെങ്കിൽ UDF-നാണോ, NDA-ക്കാണോ ഭരണവിരുദ്ധ വികാരം ഏതെങ്കിലും തലത്തിൽ പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന ആ മുന്നണിക്ക് ഇന്നത്തെ നിലയിൽ അത് BJP-ക്കല്ല. തിരുവനന്തപുരം നഗരമധ്യത്തിലുള്ള ചില മണ്ഡലങ്ങൾ, കോഴിക്കോട് നഗരത്തിൽ 13 ഡിവിഷനുകളാണ് BJP-ക്ക് പിടിക്കാൻ പറ്റി. കൊല്ലത്ത് 11 ഡിവിഷനുകളാണ് പിടിക്കാൻ പറ്റിയത്. വലിയ നേട്ടമാണ്. അപ്പം ജൈവികമായ വളർച്ച അവിടെയൊക്കെ BJP നേടുന്നു. പക്ഷേ ഒരു പാൻ കേരള അടിസ്ഥാനത്തിൽ ജില്ലാ പഞ്ചായത്തുകളുടെ കാര്യം വരുമ്പോൾ ഒറ്റ സീറ്റാണ്. കാസർഗോഡ് ജില്ലയിൽ ലഭിച്ച ഒരൊറ്റ ജില്ലാ പഞ്ചായത്ത് സീറ്റ് മാത്രമാണ്. തിരുവനന്തപുരത്ത് പോലും ഇല്ലയെന്ന് ഓർക്കണം. തിരുവനന്തപുരത്ത് പോലും ഒരു ജില്ലാ പഞ്ചായത്ത് സീറ്റ് BJP-ക്ക് ലഭിച്ചിട്ടില്ല. ഇത് വസ്തുതയാണ്. ഇത് BJP ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ്. കാരണം എവിടെയെല്ലാം ഭരണവിരുദ്ധ വികാരമുണ്ടോ BJP-ക്ക് ഇത് മുതലാക്കാൻ കഴിയുന്നിടങ്ങളിൽ BJP-ക്ക് ലഭിക്കും. തിരുവനന്തപുരത്ത് വലിയ സാധ്യത തന്നെ ഇപ്പോഴും സാധ്യതയുണ്ട്. 3-4 നിയമസഭാ മണ്ഡലങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ BJP-ക്ക് ലഭിക്കാവുന്ന അന്തരീക്ഷമുണ്ട്. അത് തള്ളിക്കളയാനാവില്ല. പക്ഷേ പാൻ കേരള ലെവലിൽ UDF തന്നെയാണ് LDF-ന്റെ മുഖ്യ എതിരാളി. LDF-നെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം ഏതാണ്ട് പൂർണ്ണമായും പാൻ കേരള ലെവലിൽ UDF-ലേക്ക് വരും. അതുകൊണ്ടാണ് 80 സീറ്റ് ഇപ്പോൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അതിനേക്കാൾ കുറയാനുള്ള സാധ്യതയില്ല എന്ന് ഇന്നത്തെ നിലയിൽ. പക്ഷെ കൂടുതൽ കക്ഷികൾ വരുന്നു, കൂടുതൽ പേരെ സ്വാഗതം ചെയ്യുന്നു, UDF വിപുലീകരിക്കുന്നു, നേരത്തെ സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തുമെന്ന് പറയുന്നു, മണ്ഡലപിണക്കങ്ങൾ ഒഴിവാക്കുമെന്ന് പറയുന്നു നേതൃത്വം. പക്ഷേ ഈ സംവിധാനം UDF ആണെന്ന് ഓർക്കണം.
UDF സംവിധാനത്തിൽ ചരിത്രപരമായി അവസാന നിമിഷം പടിക്കൽ കൊണ്ട് കലമുടച്ച അനേക അവസരങ്ങൾ ചരിത്രത്തിൽ കാട്ടാനുമുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.